നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 3:7-8 വാക്യം. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. കർത്താവിനേക്കാൾ വലുതായിട്ട് പൗലോസിന് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടിയോ? ഈ രക്ഷകനെ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞോ? ഇതിനേക്കാൾ വലിയതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഇതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നുമില്ല. കർത്താവ് ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവില്ലയോ? എല്ലാം ശൂന്യതയാ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും ഒരു നിറവ് കാണാനായിട്ട് കഴിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവില്ലെങ്കിൽ എന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ശൂന്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്തോ ഛേദമെന്ന് എണ്ണുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു കപ്പൽ മുങ്ങാനായിട്ട് തുടങ്ങുന്നു. മുങ്ങാനായിട്ട് തുടങ്ങുന്ന കപ്പലിന്റെ അകത്ത് ഒത്തിരി ചരക്കുണ്ട്, ഒത്തിരി സാധനങ്ങൾ അതിലുണ്ട്. ഈ മുങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഈ കപ്പലിൽ ആദ്യം അവർ ചെയ്യുന്നത് മാക്സിമം സാധനങ്ങൾ അവർ മനഃപൂർവ്വമായിട്ട് എടുത്ത് കളയും. അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവരെന്തിനും അത് രക്ഷപ്പെടാനായിട്ട് വേറെ ഒന്നും നോക്കത്തില്ല. അത് എത്ര വിലയുള്ള സാധനമാണെന്നോ അതിന്റെ അകത്ത് എന്താണെന്നോ മാക്സിമം സാധനങ്ങൾ അവരെടുത്ത് കടലിലേക്ക് കളയുക. എങ്ങനെയെങ്കിലും ഈ കപ്പലിനെ രക്ഷിക്കണം. അതുപോലെ തന്നെയാ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തില് കർത്താവിനേക്കാൾ വിലപ്പെട്ടത് വേറെ ഒന്നുമില്ല. നമുക്ക് എല്ലാ നന്മകളും ഉണ്ട്, എല്ലാ അനുഗ്രഹവും ജീവിതത്തിലുണ്ട്. എന്നാൽ എന്റെ നിന്റെ ജീവിതത്തിൽ കർത്താവില്ലയോ? ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ പൗലോസ് പറയാ, ബാക്കിയെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുക. ബാക്കി എന്തൊക്കെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തുകൊള്ളണം. എന്തൊക്കെ നഷ്ടമായാലും ഈ കർത്താവിന് വേണ്ടി നിൽക്കുന്നോ, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതത്തിൽ പലതും നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഓർത്തുകൊള്ള, നീ കർത്താവിന് വേണ്ടി ഒന്ന് നിന്നെ 100 മടങ്ങ് മടക്കി തരുവാൻ ഈ കർത്താവ് മതിയായവൻ. കർത്താവിന് വേണം ഒന്നാം സ്ഥാനം കൊടുക്കാൻ. അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം കർത്താവിനെ കറിഞ്ഞോ, കർത്താവിനെ കണ്ടുമുട്ടിയോ, അവന്റെ ജ്ഞാനവും പരിജ്ഞാനവും നമുക്ക് പകർന്നു തന്നിരിക്കുക. അവന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും, ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ബാക്കിയൊന്നും ഈ കർത്താവിനേക്കാളും വലുതല്ല. ഈ ലോകത്തിൽ ലോക മനുഷ്യൻ പലതും വിലപ്പെട്ടതായിട്ട് കാണും. ലോക മനുഷ്യൻ പലതിനെയും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണും. തിരിച്ചറിയണം, ഈ കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവ് ഉണ്ടോ? ഇതിനേക്കാളും വലിയതായിട്ട് വേറെ ഒന്നുമില്ല. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കണം. എത്ര പേർക്ക് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, എന്റെ ജീവിതത്തിൽ ഈ കർത്താവ് ഉണ്ടോ? ഈ കർത്താവിനേക്കാൾ വലിയതായിട്ട് ഒരു നന്മയില്ല പ്രിയമുള്ളവരെ, ഒരു നന്മയില്ല. വേറെ ഒരു നന്മ ഇതിനേക്കാളും വലുതില്ല. ഈ കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടോ? സകല നന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ബാക്കി ഈ ലോകത്തിലുള്ളതിനെ എല്ലാം, ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതൊക്കെയും വേണം. എന്നാൽ അതിനേക്കാളൊക്കെയും ഏറ്റവും ശ്രേഷ്ഠമായത് ഈ കർത്താവ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കർത്താവിന്റെ നിമിത്തം ചിലതൊക്കെ വിടേണ്ടതായിട്ട് വരും. ആ കർത്താവിനുള്ള സ്നേഹത്തിൽ, ആ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചിലതിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതൊന്നും നഷ്ടമായിട്ട് പോകത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരും. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. പ്രിയ പിതാവേ, സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ കരം ഞങ്ങളുടെ കൂടെ ഓരോ നിമിഷവും ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിലെ മറ്റെല്ലാത്തിനും ഞങ്ങൾ ഛേദമെന്ന് എണ്ണുന്നു നാഥ. നിന്നെ ഞങ്ങൾ അറിഞ്ഞത് കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് അതിനേക്കാൾ വലിയതൊന്നുമില്ല നാഥ. ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയവനാപ്പാ നീ. കർത്താവെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ അപ്പൊ നിന്റെ സ്വർഗീയ സമാധാനം കർത്താവെ, നീ ആരാണെന്ന് കർത്താവെ, നിന്റെ പരിജ്ഞാനം കർത്താവെ നിന്റെ മക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുക്കണം നാഥ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് ജീവിക്കാതെ ആ ക്രിസ്തുയേശുവിൽ പ്രത്യാശയിൽ ജീവിക്കുവാൻ, ആ ക്രിസ്തുവിൽ ഹല്ലേലൂയ, ആ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാനും കർത്താവെ നിന്റെ മക്കളെ എല്ലാവരും നീ ഒരുക്കണം നാഥ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഭാരങ്ങളും, എല്ലാ നിരാശകളും, അസമാധാനങ്ങളും വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒക്കെ നീങ്ങി മാറട്ടെ. നിന്റെ സ്വർഗീയ സമാധാനം ഓരോരുത്തരുടെ മേലൊപ്പം നീ പകർന്നിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.